അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാർ എടുക്കുക. ജാറിലേക്ക് 4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ചതച്ചെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഒരു 30 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ചെറിയ വെളുത്തുള്ളി അല്ലികളാണ്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 20 ചെറിയ ഉള്ളിയാണ്. ഇനി ഒരു 10 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഈ എടുത്ത പച്ചമുളകിന്റെ പകുതി ഒരു 5 എണ്ണമൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇതൊന്ന് പേസ്റ്റ് പരുവത്തിനൊന്നും ആയി പോകരുത്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പൊ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ചതച്ച് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിപ്പോൾ 1 കിലോ ചിക്കൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ചെടുത്തതെല്ലാം കൂടിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 3 തക്കാളിയുടെ മീഡിയം സൈസ് 3 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അപ്പോൾ സാധാരണ ചെറിയ ജീരകമല്ല, വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോൾ 1 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ബിരിയാണി മസാല പൗഡർ ഒഴിവാക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഗരം മസാലയും കൂടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അപ്പോൾ കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യാം. നമ്മളിതിൽ പച്ചമുളക് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് അതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്നെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൈപ്പിടി അളവിൽ പുതിനയിലയും ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ആദ്യം മിക്സ് ചെയ്തെടുത്തപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ലാസ്റ്റിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താലും മതി. ഒരു കൈപിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ മൂടി ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമ്മൾ തലേദിവസമൊക്കെ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി ഇതുപോലെ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ആ മസാലയൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മാക്സിമം ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 3 കപ്പ് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 3/4 കിലോളം ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ജീരകശാല റൈസ് എടുക്കാവുന്നതാണ്. അപ്പോൾ 1 കിലോ ചിക്കന് ഏകദേശം 3/4 കിലോളം ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം.
ഇപ്പം അരി ഒരു 4 പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നമുക്ക് കുതിർക്കാൻ വയ്ക്കാം. അരി ഇതുപോലെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ അരി കഴുകി കുതിർക്കാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. അരിയെല്ലാം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് കുതിർക്കേണ്ട ആവശ്യമില്ല, ഒരു അരമണിക്കൂറൊക്കെ അരി ഒന്ന് കുതിർത്തെടുത്താൽ മതി. ഇനി അരി കഴുകരുത്. നമ്മൾ കുതിർത്തെടുത്തതിന് ശേഷം അരി കഴുകുകയാണെന്നുണ്ടെങ്കിൽ അരി മുഴുവനും പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ കുതിർത്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് വേണം അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റി ഒരു അരിപ്പയിലേക്ക് ഊറ്റി വെക്കാം. ഇപ്പം നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം, അല്ലെങ്കിൽ പുറത്ത് വേണമെന്നുണ്ടെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അരമണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാവും. അപ്പോൾ സമയമില്ല, പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ചിക്കൻ റെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ മാക്സിമം 1-2 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് എണ്ണ മാത്രം വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പം നെയ്യും എണ്ണയും ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കശുവണ്ടിയും ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം എടുത്താലും മതിയാവും. ഇപ്പോൾ ഉണക്കമുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്ത്. അപ്പോൾ സവാളയൊക്കെ അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റാം. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരും. ഫ്രൈ ചെയ്ത സവാള ഒന്ന് കോരി മാറ്റിയതിന് ശേഷം സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 7 ഗ്രാമ്പു, 5 ഏലക്ക, 1 തക്കോലം, 2 ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, ഇതെല്ലാം ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. സ്പൈസസ് എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെക്കുക. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയിൽ നിന്നും പകുതി സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി, പകുതി നമുക്ക് മാറ്റി വെക്കാം. പുതിനയിലയും മല്ലിയിലയും നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിം തന്നെ വെക്കാം. മീഡിയം ഫ്ലെയിം വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ച് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ഈ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതുകൊണ്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇതാ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അരി നിരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് പച്ച വെള്ളമല്ല ഒഴിക്കുന്നത്, നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചിക്കൻ മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ അളവിൽ തന്നെ 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. തിളപ്പിക്കാൻ വെച്ചതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഒരു 2.25 കപ്പ് വെള്ളം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 3/4 കപ്പ് വീതം ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് 3/4 കപ്പ് വെള്ളം വീതം 3 പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ 3/4 കപ്പ് വെള്ളത്തിൽ കൂടുതൽ എടുക്കരുത്. നമ്മൾ കുതിർത്താണ് ഈ അരി എടുത്തിട്ടുള്ളത്. നമ്മൾ ജീരകശാല റൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 കപ്പ് റൈസിന് 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം കുറച്ച് വേവുള്ളതാണ്. ഇത് കുതിർത്തെടുത്ത അരി ആയതുകൊണ്ടാണ് നമ്മൾ 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് നാരങ്ങയുടെ പകുതി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അരി അങ്ങ് ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ വെള്ളം ഓവറായിട്ട് അങ്ങ് ഒഴിക്കരുത്. ഇതുപോലെ നിങ്ങൾക്കൊക്കെ വേണം വെള്ളം വെക്കാനായിട്ട്. ഒരുപാട് ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മൂടി വെച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒറ്റ വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഒരു വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നിട്ട് ഉടനെ തന്നെ ആവി പോയതിന് ശേഷം തുറക്കരുത്. ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം. അപ്പം ആവി മുഴുവനും മാറിയതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും വെച്ചിട്ട് തുറക്കാവൂ. അപ്പോൾ നമ്മൾ ഉടനെ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞതുപോലെ ഇരിക്കും നമ്മുടെ ബിരിയാണി. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് പാകത്തിന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ കിസ്മിസും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കശുവണ്ടിയും കിസ്മിസും ഫ്രൈ ചെയ്ത ഓണിയനും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇടാം. പരസ്പരം ഒട്ടിപ്പിടിക്കാതെ കറക്റ്റ് പാകത്തിന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അതാ കണ്ടില്ലേ, നല്ല പൂ പോലെ പഞ്ഞി പോലെ ചോറ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള റൈസ് എടുത്ത് മാറ്റാം. ചിക്കനൊന്നും മിക്സ് ചെയ്യണ്ട, ഈ ചോറ് മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. കണ്ടിട്ട് നമ്മൾ ഇടുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് പാകത്തിന് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ്റെ മുകളിലുള്ള റൈസൊക്കെ അത് കോരി മാറ്റിയിട്ടുണ്ട്. ഉള്ളിലുള്ള ചിക്കൻ ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രമായിട്ട് സെപ്പറേറ്റ് റൈസ് കോരി മാറ്റിയതിന് ശേഷം ഇത് അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് മാത്രം ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അതിന് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചിക്കൻ ബിരിയാണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. സ്കൂളൊക്കെ ഉള്ള സമയത്തും അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് കുക്കറിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ചോറൊന്നും കുഴഞ്ഞു പോകാതെ, ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതെ അടിപൊളിയായിട്ട് ഇത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ കുക്കറിൽ ചിക്കൻ ബിരിയാണി തയ്യാറാക്കി നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.